പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഫലാഗമകാലത്തിൻ്റെ കൈത്താക്കാലത്തിൻ്റെ 4-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം സപ്തസാദൃശ്യങ്ങൾ, 7 ഉപമകൾ കർത്താവ് പറയുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ. സ്വർഗരാജ്യം എന്താണ്, ദൈവം ഭരണം നടത്തുന്ന ആ ദൈവരാജ്യം എന്താണ് എന്ന് ഒറ്റ വാക്കിൽ നിർവചിക്കുന്നില്ല, മറിച്ച് വിവിധ ഉപമകളിലൂടെ ഈ വലിയ രഹസ്യം എന്താണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നതെന്ന് ഈ അധ്യായം തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, മറ്റുള്ളവർക്ക് അത് ലഭിച്ചിട്ടില്ല. അപ്പോൾ ദൈവികമായൊരു രഹസ്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം. അത് ലളിതമായി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കർത്താവ് വരം നൽകുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പഴയ നിയമ ജനതയെപ്പോലെ കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യും, പക്ഷേ ഗ്രഹിക്കുകയില്ല, മാനസാന്തരപ്പെടുകയില്ല. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, അതിനെ അറിയുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 13-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ ഈ വരം കർത്താവ് നൽകിയിരിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവവചനം മനസ്സിലാക്കുവാനായി നമ്മുടെ മനസ്സ് തുറക്കുക എന്നതിന് വേണ്ടിയാണ്. ഈ സുവിശേഷത്തിലെ ഉപമകളിൽ ആദ്യത്തെ 4 ഉപമകൾ കർത്താവ് ജനങ്ങളോട് പൊതുവായി പറയുന്ന ഉപമകളാണ്. എന്നാൽ അവസാനത്തെ ഈ 3 ഉപമകൾ, ഇന്നത്തെ സുവിശേഷ ഭാഗം, ഈശോ തന്റെ ശിഷ്യന്മാരോട് പ്രത്യേകമായി പറയുന്ന ഉപമകളാണ്. അതിൽ ഒന്നാമത്തത് 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. ഒരു ട്രഷറാണ്, ഒരു നിധിയാണ്. അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. അപ്പോൾ സ്വർഗരാജ്യം എന്നത് വലിയൊരു നിധിയാണ്, വലിയൊരു ദൈവത്തിൻ്റെ വലിയ സമൃദ്ധമായ ഒരു ദാനമാണ്, ഒരു നിധി. പലസ്തീനായിലെ അന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വസിക്കുന്ന സ്ഥലം പോലും സ്ഥിരമല്ല, പലപ്പോഴും നശിക്കപ്പെടാം. അതുകൊണ്ട് വലിയ നിധി, സമ്പത്ത് ഒക്കെ വയലിൽ, മണ്ണിൽ കുഴിച്ചിടുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ് സ്വർഗരാജ്യം എന്നാണ്. അത് കണ്ടെത്തുന്നവൻ എന്ത് ചെയ്യും? അത് മറച്ചു വയ്ക്കും. എന്നിട്ട് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങും. നിധി കണ്ടെത്തുമ്പോൾ ഉടനെ നിധി എടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്ന, ആ നിധി ഇരിക്കുന്ന വയൽ വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ വയൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് സ്വന്തമാണ്. ആ നിധി അദ്ദേഹത്തിന് കരസ്ഥമാക്കാം അവരുടെ അന്നത്തെ നിയമം അനുസരിച്ച്. അതുകൊണ്ട് സന്തോഷത്തോടെ പോയി അതെല്ലാം വിറ്റ്, തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. എന്താണ് ഈ നിധി, ഈ ട്രഷർ എന്താണ്? ഈ നിധി സുവിശേഷമാണ്, ഈശോയെ കണ്ടെത്തുന്നതാണ്, ദൈവത്തിൻ്റെ ഭരണം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ നിധി എന്ന് പറയുന്നത്. സുവിശേഷം തന്നെ ഒരു സന്തോഷത്തിൻ്റെ നിധിയായിട്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനത്തിൽ 2013 എവാഞ്ചേലി ഗാദിയും ആനന്ദത്തിൻ്റെ സുവിശേഷമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിന് നൽകുന്ന ഒരു ആനന്ദമുണ്ട്, സ്വർഗരാജ്യം നൽകുന്ന ആ വലിയ ആനന്ദം. ആ ആനന്ദം അതുകൊണ്ടാണ് സന്തോഷത്തോടെ പോയി സ്വീകരിക്കുക, അത് സ്വന്തമാക്കുക. അപ്പോൾ കർത്താവിൻ്റെ ഈ സുവിശേഷം, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ, അത് വലിയൊരു നിധിയാണ്. നമ്മളുടെ കുർബാനയിൽ, തുർഗാമായ പ്രാർത്ഥനയിൽ, സുവിശേഷത്തിന് മുമ്പുള്ള ആഘോഷമായ കുർബാനയിൽ ഇതൊരു നിധിയാണെന്ന് പറയുന്നുണ്ട്. സുവിശേഷം ഒരു നിധിയാണ്, അത് വലിയൊരു വിലപിടിപ്പുള്ള ഒന്നാണ്. കർത്താവ് ഇവിടെ ഒരു പ്രഭാഷണ ശൈലി, പുതിയൊരു പ്രഭാഷണ ശൈലി തന്നെ കൊണ്ടുവരികയാണ്. അതായത് ദ വേ ഓഫ് ദ ബ്യൂട്ടി. ഫോൺ ബാൽത്തസാർ എന്ന ഒരു പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ 1988 അദ്ദേഹം കാലം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ദൈവരാജ്യം, ദൈവിക സത്യങ്ങൾ, ഈശോയുടെ സുവിശേഷം അതിനൊരു ബ്യൂട്ടിയായിട്ട്, സന്തോഷമായിട്ട്, ആനന്ദമായിട്ട്, സുന്ദരമായതായിട്ട് കാണണം. അങ്ങനെ കാണുമ്പോഴാണ് അത് മനസ്സിലാക്കുവാനും അത് ജീവിക്കുവാനും കഴിയുന്നത്. സുവിശേഷത്തിൻ്റെ ആനന്ദം, സുവിശേഷത്തിൻ്റെ സൗന്ദര്യം അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെന്നാണ്. അതുകൊണ്ട് ഇത് വലിയൊരു നിധിയായി സുവിശേഷത്തിൻ്റെ ആനന്ദം സ്വീകരിക്കുക. അങ്ങനെ ഒരു പ്രഭാഷണ ശൈലിയിലൂടെ, അതായത് സുവിശേഷം സ്വീകരിച്ചില്ല ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നതിന് ഉപരിയായി അതിലെ ആനന്ദം എന്താണെന്ന് എടുത്തു കാണിക്കുക.
അതിൻ്റെ ആളുകളെ ഉത്തേജിപ്പിക്കുക, ദൈവികമായ ആനന്ദം നൽകുന്നതാണ് സുവിശേഷം. ഉള്ളതിനേക്കാളും വിലപ്പെട്ടതാണെന്നുള്ളതാണ്. ബാക്കിയുള്ള തൻ്റെ സ്വത്തെല്ലാം അദ്ദേഹം വിറ്റിട്ടാണ് വയൽ വാങ്ങുന്നത്. മറ്റുള്ളതിനേക്കാളെല്ലാം വിലപ്പെട്ടതാണെന്ന് കാണിക്കുന്നതാണ്. രണ്ടാമത് ഈശോ പറയുന്നതും സമാനമായ ഒരു ഉപമയാണ്. മെർക്കൻറ്റൈൽ പാരബിൾ എന്ന് പറയും. അതായത് ഈ സാദൃശ്യങ്ങൾ വാണിജ്യ സംബന്ധമായ വ്യാപാര സംബന്ധമായ പ്രതീകങ്ങളിലൂടെയാണ് ഈശോ അവതരിപ്പിക്കുന്നത്. ഈശോ കാർഷിക സംബന്ധമായ കാര്യങ്ങളിൽ രീതിയിൽ ഉപമകളിലൂടെ അറിയിക്കുന്നുണ്ട്. വിതക്കാരൻ വിതയ്ക്കാൻ പോകുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ വയലിൽ വിതയ്ക്കുന്നത് പോലെ തന്നെ കടലിൽ വലയെറിയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മുക്കുവന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു വെച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് വാണിജ്യ സംബന്ധമായ പ്രതീകങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ്? വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. നല്ല മുത്തുകൾ എന്നാണ് ശരിക്കും സുറിയാനിയിലൊക്കെ ഉപയോഗിക്കുന്നത്. മർഗനീത്ത, മുത്തുകൾ, നല്ല വിലപ്പെട്ട മുത്തുകൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. 46-ാം വാക്യം, അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തും. പോകുമ്പോൾ അവൻ അത് കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. അപ്പോൾ വിലയേറിയ ആ മുത്ത് എന്താണ്? സഭാപിതാവായ മാർ അപ്രേം, സുറിയാനി സഭാപിതാവ്, അദ്ദേഹം ഒരു കവിതാശകലങ്ങൾ തന്നെ, ഏറെ ഭാഗങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. മുത്ത്, ദ പേൾ. എന്താണ് പേൾ? ഈശോമിശിഹ തന്നെയാണ്. ഈശോമിശിഹയുടെ മനുഷ്യാവതാരം, കന്യാജനനം, കർത്താവിൻ്റെ ആ രക്ഷാ സംഭവം, ഇതെല്ലാം ഒരു മുത്തായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് 4-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പം സുവിശേഷം ഒരു മുത്താണെന്നാണ് അവതരിപ്പിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ അബ്ദീശോ, സുറിയാനി സഭയുടെ വ്യാഖ്യാതാവാണ്. അദ്ദേഹം ദ ട്രൂത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ലീബർ മാർഗരീത്ത അല്ലെങ്കിൽ മാർഗനീത്ത, അതായത് മുത്ത് എന്നാണ്. അതായത് വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ അദ്ദേഹം ആദ്യം അവതരിപ്പിക്കുന്നു. അത് ഒരു മുത്താണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സഭയെക്കുറിച്ചും വിശുദ്ധ കൂദാശകളെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സഭയും വിശുദ്ധ കൂദാശകളുമൊക്കെ വളരെ വിലപ്പെട്ട മുത്ത് പോലെ അമൂല്യമായ കാര്യങ്ങളാണ് എന്ന് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നേടിയെടുക്കുവാൻ ബാക്കിയെല്ലാം ഉപേക്ഷിക്കണം. സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ, ഉദാഹരണത്തിന് ഫ്രാൻസിസ് അസീസി, തൻ്റെ സ്വത്ത് മുഴുവനും അദ്ദേഹം ഉപേക്ഷിച്ച് ഈശോയെ പിന്തുടരുകയാണ്. ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ ദൗത്യം പിന്തുടരുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ക്ലാര, അതുപോലെ അലേഷ്യസ് ഗൊൺസാഗ, ഇവരൊക്കെ വലിയ സമ്പന്നരായിരുന്നു. പക്ഷേ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ പത്രോസ് തന്നെ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ ഈശോ മറുപടി നൽകുന്നുണ്ട്, നിങ്ങൾക്ക് 100 ഇരട്ടി ലഭിക്കും. ഈ ലോകത്തിലും 100 ഇരട്ടി വരാനിരിക്കുന്ന ലോകത്തിലും ലഭിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ 100 ഇരട്ടി ലഭിക്കും എന്ന് പറയുന്നത് ഭൗതികമായ സമ്പത്ത് അല്ല, മറിച്ച് 100 ഇരട്ടി ദൈവത്തിൻ്റെ വലിയ കൃപയും ആനന്ദവും, മനുഷ്യത്തിൻ്റെ സമ്പത്ത് കൊണ്ടെല്ലാം പൂർത്തിയാക്കാൻ കഴിയാത്ത ദൈവിക ആനന്ദം, ദൈവിക സമൃദ്ധി, ബന്ധങ്ങളുടെ സമൃദ്ധി, സ്വർഗീയ ജീവിതം എല്ലാം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്കില്ല നേട്ടമായിരുന്നതിനെല്ലാം ഈശോയെ പ്രതി ഞാൻ നഷ്ടമായി കരുതി, എല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതുന്നു. അപ്പോൾ ഈശോയാണ് ഏറ്റവും വിലപ്പെട്ടത്, സുവിശേഷമാണ് ഏറ്റവും മൂല്യമുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. 119-ാം സങ്കീർത്തനം 162 പറയുന്നുണ്ട്, അങ്ങയുടെ വചനം ഒരു നിധി കണ്ടെത്തിയവനെ പോലെ അങ്ങയുടെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്ന ആ വേ ഓഫ് ദി ബ്യൂട്ടി, അതിലേക്കാണ് കർത്താവ് ആനയിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ സഭയിലുള്ള ജീവിതം, സഭയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നമുക്ക് നൽകുന്നത് എന്താണ്? ദിവ്യമായ ആനന്ദവും സമാധാനവുമാണ്. നമ്മുടെ കുർബാനയിൽ 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവയെല്ലാം സന്തോഷത്തോടു കൂടി അനുസ്മരിക്കുന്നു, അനുഷ്ഠിക്കുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി
ദൈവിക രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നു, ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു, സന്തോഷത്തോടു കൂടി വ്യാപരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്ന അടുത്ത ഉപമയാണ് അത് ദൈവരാജ്യം, സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഈ വലയിൽ നല്ല മത്സ്യങ്ങൾ അവിടെ ഇരുന്ന് അത് പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യും. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. അപ്പോൾ ഈ ഉപമയുടെ അവസാനം കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. വിശുദ്ധ അപ്രയം പറയുന്നത്, സഭയിൽ ഉൾച്ചേരുന്ന വ്യക്തികൾ നല്ല മത്സ്യങ്ങളായി ആരംഭിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലോകത്തിൻ്റെ സ്വാധീനം, തിന്മയുടെ സ്വാധീനം അവ ചീഞ്ഞ മത്സ്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം കാത്തിരിക്കും. അതുകൊണ്ട് നല്ല മത്സ്യങ്ങളായി തീരുവാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവയെ വേർതിരിക്കും, അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അന്ത്യ വിധിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും കൂടെ സൂചിപ്പിക്കുകയാണ്. എസ്കറ്റോളജിക്കൽ യുഗാന്ത കാര്യങ്ങളെക്കുറിച്ച് കൂടി കർത്താവ് സൂചിപ്പിക്കുകയാണ്. 51-ാം വാക്യത്തിൽ യേശു ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ? അപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ്. ഈശോ തുടർന്ന് പറയുകയാണ്, 52-ാം വാക്യം, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീരുന്ന ഓരോ നിയമജ്ഞനും, സ്ക്രൈബ് എന്ന് പറയും, എഴുത്തുകാരനും, തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് സദൃശനാണ്. ഈ സുവിശേഷം രചിച്ച മത്തായി തന്നെക്കുറിച്ച് തന്നെ എഴുതി ചേർത്തിരിക്കുന്ന ഒരു വാക്യമാണെന്നാണ് പറയുന്നത്. കാരണം മത്തായി ചുങ്കക്കാരനായിരുന്നു, എഴുത്തുകാരനാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ, അതാണ് ഓരോ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനാകുന്ന ഓരോ നിയമത്തിനും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം പുറത്തെടുക്കുന്നു. അതെല്ലാം പൂർത്തീകരിക്കുന്ന അതിൻ്റെ എല്ലാം പൂർത്തീകരണമായവയാണ് പുതിയ നിയമം. അങ്ങനെ പഴയ നിയമത്തിലൂടെ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഈശോയിലൂടെ സത്യമായി തീരുന്നു എന്നുള്ള കാര്യം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മനോഹാരിത, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള പാഠമാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പ്രസിദ്ധമായ ക്ഷമ ഇസ്രായേലെ കേട്ടുകൊള്ളുക 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. 6-ാം നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം, കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. കൽപ്പനകൾ എന്ന് പറയുമ്പോൾ 10 കൽപ്പനകൾ, ചട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റാറ്റ്യൂട്ട്സ്, അതനുസരിച്ചുള്ള ജീവിത ക്രമങ്ങൾ, നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കസ്റ്റംസ്, ആചാരങ്ങൾ. അപ്പം ഇവയെല്ലാം നിങ്ങൾ പഠിക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഈ ചട്ടങ്ങളും പ്രമാണവും അനുസരിച്ച് ജീവിതകാലം മുഴുവനും ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും, നിത്യജീവൻ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇസ്രായേലേ കേൾക്കുക എന്നിട്ട് പറയുകയാണ്. അങ്ങനെ ക്ഷമ ഇസ്രായേലേ എന്ന് പറയുന്നത്, ഇസ്രായേലേ കേൾക്കുക. വീണ്ടും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ദൈവമായ കർത്താവിനെ, കർത്താവ് ഒരേ ഒരു കർത്താവാണ്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സുവിശേഷം എന്ന് അവതരിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വേ ഓഫ് ദ ബ്യൂട്ടി, ദൈവത്തിൻ്റെ ആ മനോഹാരിത മനസ്സിലാക്കി പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വിചാരങ്ങളും വികാരങ്ങളും ഉൾച്ചേർത്തുകൊണ്ട് ആണ് പൂർണ്ണ ഹൃദയത്തോടുകൂടെ, അതായത് ഇച്ഛാശക്തി എല്ലാം ഉൾച്ചേർക്കുക. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവെന്ന് പറയുമ്പോൾ അവൻ്റെ അന്തരംഗം, അവൻ്റെ ഹൃദയം മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാഹ്യമായ ശക്തിയോടുകൂടിയും അവൻ്റെ ആന്തരികമായ ശക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തന നിരതമാക്കണം. ഈ കൽപ്പനകളെല്ലാം അങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം. ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. ജാഗ്രതയോടെ അവരെ മക്കളെ പഠിപ്പിക്കണം. പിന്നെ പറയുകയാണ്, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. കയ്യിൽ അടയാളമായി നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽമേലും എഴുതി വയ്ക്കണം. യഹൂദ ഭവനങ്ങളുടെ വാതിൽക്കൽ, നമ്മൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലെ യൂദത്തെരുവിൽ പോകുമ്പോൾ അവിടെ പഴയ യഹൂദന്മാരുടെ പഴയ ഭവനങ്ങളുണ്ട്. അവിടെ അതിൻ്റെ വാതിൽക്കൽ ചെറിയ ഒരു പൊഴിയുണ്ട്. അതിൽ ഈ ക്ഷമ ഇസ്രായേലെ, ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്ന് എഴുതിയൊരു ചുരുൾ അവിടെ പ്രത്യേകമായി ഒരു വിജാഗിരി ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ പ്രത്യേകം ഓരോ വീടിൻ്റെയും വാതിൽക്കൽ കട്ടിൽക്കാലിൽ വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം ചൂഴ്ന്നു നിൽക്കുന്നൊരു ജീവിതം, വല്ലപ്പോഴും മാത്രം വചനം കേൾക്കുകയല്ല, വചനം നിറഞ്ഞു നിന്ന ഒരു ജീവിതം നിങ്ങൾ നയിക്കണം എന്നുള്ള വലിയ ആഹ്വാനം. ദൈവത്തിൻ്റെ വചനം
അനുസരിച്ച് ജീവിക്കണം. അത് നമ്മളെപ്പോഴും സൂക്ഷിക്കണം. അങ്ങനെ അതിൽ സ്ഥിരതയോടെ നിൽക്കണം. ദൈവവചനം അത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവവചനം അത് കേൾക്കുകയും ഈശോയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അതിൽ വളരുകയും ചെയ്യണം. ഇന്നത്തെ ലേഖനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 13 മുതൽ പറയുകയാണ്, നിങ്ങൾ സഹോദരരെയും ഞങ്ങൾ വചനം മൂലമോ കത്ത് മൂലമോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. വചനം മൂലമുണ്ട്, കത്ത് മൂലമുള്ള പാരമ്പര്യങ്ങൾ കൈമാറിക്കിട്ടുന്ന ദൈവികമായ കൈമാറിക്കിട്ടിയ രഹസ്യങ്ങളായി. വചനം മാത്രമല്ല, അതിനപ്പുറമുള്ള പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്ന വിശുദ്ധ കൂദാശകളും സഭയുടെ പ്രബോധനങ്ങളും അതിനെയെല്ലാം മുറുകെ പിടിക്കുകയും ചെയ്യുക. 17-ാം വാക്യത്തിൽ എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, കർത്താവ് ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ സുസ്ഥിരമായി നിലകൊള്ളണം. അങ്ങനെ നിലകൊണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം ചീത്ത മത്സ്യങ്ങളെപ്പോലെ ആയിത്തീരും. ചീത്ത മത്സ്യങ്ങളെ എടുത്തെറിഞ്ഞു കളയും. അതാണ് വല സഭയുടെ പ്രതീകമാണ്. കർത്താവ് ആ വലയിൽ, രക്ഷയുടെ വലയിൽ നമ്മെ ഉൾച്ചേർത്തിരിക്കുന്ന അതിൽ കർത്താവിൻ്റെ വലയത്തിലായിരിക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലും ഒരു മുന്നറിയിപ്പ്, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന 3-ാമത്തെ ഉപമയിൽ കാണുന്ന മുന്നറിയിപ്പ് പോലെ തന്നെ 2-3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ദുഷ്ടനെ, അവൻ്റെ ദുഷ്ടതയെപ്പറ്റി അവന് താക്കീത് നൽകാതിരുന്നാൽ അവൻ്റെ പാപത്തിൽ മരിക്കും. 18-ാം എസെക്കിയേൽ 3:18, എസെക്കിയേൽ 3:19, എസെക്കിയേൽ 3:20 ഈ 3 സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ, തിന്മ പ്രവർത്തിക്കുന്നവനെ ശാസിക്കണം, അവൻ തിരുത്തണം, ഇല്ലെങ്കിൽ അവൻ പാപത്തിൽ മരിക്കും. 21-ാം വാക്യം, പാപം ചേരുന്ന നിൻ്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു, നീ നിൻ്റെ ജീവനെ രക്ഷിക്കും. ദൈവവചനം ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്, ഒപ്പം ഒരു താക്കീതും കൂടിയാണ്. ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത സ്വീകരിച്ച് നിധിയായ ആ കർത്താവിനെ സ്വീകരിച്ച് മുക്തായ രത്നമായ കർത്താവിനെ ബാക്കി എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവവചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിലും കൂദാശകളിലും ജീവിച്ച് സഭയിൽ സ്ഥിരമായി സുസ്ഥിരതയോടെ നിന്ന് ആത്മീയമായി വളരുവാനായി ഇന്നത്തെ സുവിശേഷവും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.